ഒരു പർവ്വതത്തിന് ഇരുവശങ്ങളിലുമായി 2 നഗരങ്ങളുണ്ടെന്ന് കരുതുക. ഒരു നഗരത്തിലുള്ള ആളുകൾക്ക് അപ്പുറത്തുള്ള നഗരത്തിലേക്ക് പോകണമെങ്കിൽ ആ പർവ്വതത്തെ ചുറ്റിയുള്ള വഴിയെ സഞ്ചരിക്കേണ്ടി വരും. എന്നാൽ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അപ്പുറം കടക്കണമെങ്കിലോ ആ പർവ്വതത്തിന് നടുവിലൂടെ ഒരു തുരങ്കമുണ്ടാക്കിയാൽ ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്ക് വളരെ എളുപ്പത്തിൽ കടക്കാനാകും. ഇത് തന്നെയാണ് വേം ഹോളുകൾക്ക് പിന്നിലുള്ള ആശയവും. പ്രപഞ്ചത്തിലെ 2 വിദൂര ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുറുക്കു വഴിയാണ് വേം ഹോളുകൾ. ഒരു ഗാലക്സിയിൽ നിന്നും മറ്റൊരു ഗാലക്സിയിലേക്ക് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ നീളുന്ന യാത്ര വേം ഹോളുകൾ ഉപയോഗിച്ച് വെറും മണിക്കൂറുകളോ മിനിറ്റുകളോ ആക്കി ചുരുക്കാൻ കഴിയുമെന്നതാണ് ഇവയുടെ സവിശേഷത. പ്രപഞ്ചത്തിലെ സ്ഥലകാലങ്ങളിൽ കുറുക്കു വഴികൾ സൃഷ്ടിക്കാൻ കഴിയുന്ന പ്രതിഭാസമെന്ന നിലയിൽ വേം ഹോളുകളെ ടൈം മെഷീനുകളോട് ഉപമിക്കാറുണ്ട്. നിങ്ങൾ ഒരു വേം ഹോളിലൂടെ സഞ്ചരിക്കുമ്പോൾ യാത്ര തുടങ്ങിയ സമയത്തേക്കാൾ നേരത്തെ യാത്ര അവസാനിപ്പിക്കാൻ സാധിക്കും. പ്രപഞ്ചത്തിൽ വേം ഹോളുകൾ നിലനിൽക്കുന്നുണ്ടെന്നതിന് യാതൊരു തെളിവും ഇതേവരെ ലഭിച്ചിട്ടില്ല. അവിശ്വസനീയമായ വിധം സവിശേഷമായ ഈ അത്ഭുത പ്രതിഭാസം ഇതിനോടകം അനേകം സയൻസ് ഫിക്ഷൻ പുസ്തകങ്ങളിലും സിനിമകളിലും ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ക്രിസ്റ്റഫർ നോളൻ്റെ സംവിധാനത്തിൽ പുറത്തുവന്ന ഇൻ്റർസ്റ്റെല്ലാർ എന്ന ഹോളിവുഡ് സിനിമയിൽ വേം ഹോളുകളെ വളരെ ലളിതമായി വിശദീകരിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിൽ ഇവയെ കണ്ടെത്താൻ ഇതേവരെ നമുക്ക് സാധിച്ചിട്ടില്ല. പ്രധാനപ്പെട്ട പല ഭൗതിക ശാസ്ത്ര സമവാക്യങ്ങളുടെയും വ്യാഖ്യാനത്തിൽ വേം ഹോളുകൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഐൻസ്റ്റീൻ്റെ സ്പേസ് ടൈം ജനറൽ റിലേറ്റിവിറ്റി തിയറികളാണ് ഇവയിൽ ഏറ്റവും ശ്രദ്ധേയം. പ്രപഞ്ചത്തിൻ്റെ ആകൃതിയും അതിൽ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും മറ്റ് ആകാശവസ്തുക്കളുടെയും ചലനവുമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഐൻസ്റ്റീൻ ഈ സിദ്ധാന്തം അവതരിപ്പിച്ച നാൾ മുതൽ പലവട്ടം ഇതിൻ്റെ ആധികാരികത പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം ഈ സിദ്ധാന്തം ശരിയാണെന്ന് തെളിഞ്ഞിട്ടുമുണ്ട്. ഇക്കാരണം കൊണ്ട് തന്നെയാണ് അനേകം ഭൗതിക ശാസ്ത്രജ്ഞർ വേം ഹോളുകൾ നിലനിൽക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നത്. വേം ഹോളുകൾക്ക് സ്ഥിരത തീരെ കുറവായതിനാൽ അവ നിലനിൽക്കാൻ സാധ്യതയില്ലെന്നാണ് ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത്. പ്രപഞ്ചത്തിലെ ഭൂമി അടക്കമുള്ള എല്ലാ വസ്തുക്കളുടെയും ഗുരുത്വാകർഷണ ബലം സ്വാധീനിക്കുന്നുണ്ട്. ഇതിൽ വേം ഹോളുകളും പെടും. വേം ഹോളുകൾ പ്രപഞ്ചത്തിലുണ്ടെന്നിരിക്കട്ടെ, വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഇവയുടെ മധ്യഭാഗം സ്വന്തം ഗുരുത്വാകർഷണ ബലം മൂലം തകരും. ഈ ഗുരുത്വാകർഷണ ബലത്തിന് നേർവിപരീതമായി മറ്റൊരു ബലം പ്രവർത്തിക്കാത്ത പക്ഷം വേം ഹോളുകളുടെ നിലനിൽപ്പ് അസംഭവ്യമാണ്. ഇനി ഇത്തരത്തിൽ ഒരു വിപരീത ഫലം ഉണ്ടെങ്കിൽ തന്നെ അത് ഗുരുത്വാകർഷണ ബലത്തെ എതിർക്കാൻ നെഗറ്റീവ് എനർജിയായിരിക്കും ഉപയോഗിക്കുക. എന്നാൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജി വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ഗുരുത്വാകർഷണ ബലത്തെ എതിർക്കാൻ മാത്രം ബലവത്തായിരിക്കില്ല. ആദിയിൽ ബിഗ് ബാങ് സംഭവിച്ചപ്പോൾ വളരെ കുറഞ്ഞ നെഗറ്റീവ് എനർജിയുമായി നന്നേ വലിപ്പം കുറഞ്ഞ വേം ഹോളുകൾ സൃഷ്ടിക്കപ്പെട്ടു. പിന്നീട് പ്രപഞ്ചം വികസിച്ചപ്പോൾ അതിനൊപ്പം ഇവയും വികസിച്ചിരിക്കണം. ചിന്തിക്കുന്തോറും കൗതുകമേറുന്ന പ്രപഞ്ച പ്രതിഭാസമാണ് വേം ഹോളുകൾ. എന്നാൽ മുഖ്യധാര ശാസ്ത്രശാഖകളൊന്നും ഇന്നേ വരെ വേം ഹോളുകളുടെ നിലനിൽപ്പ് അംഗീകരിച്ചിട്ടില്ല. ഇക്കാരണത്താൽ അവ വെറും കെട്ടുകഥകളാണെന്ന് വിശ്വസിക്കാനുമാവില്ല. 1910 തമോ ഗർത്തങ്ങൾ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചപ്പോഴും ആരും അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. എന്നാൽ ആധുനിക ശാസ്ത്രം അവയുടെ എക്സ്റേ ചിത്രങ്ങളിൽ വരെ എത്തി നിൽക്കുന്നു. ഭാവിയിൽ വേം ഹോളുകളുടെ അസ്തിത്വം തെളിയിക്കുന്ന കണ്ടെത്തലുകളിലേക്ക് മനുഷ്യരാശി എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.